നിസാം സർ, നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം. ആ താരിഫ് യുദ്ധത്തിൽ ട്രംപ് ഏറ്റവും കൂടുതൽ ഉന്നം വച്ചത് ഇന്ത്യയായിരുന്നു. അപ്പോൾ ഇന്ത്യയുമായുള്ള താരിഫ് യുദ്ധത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ നീക്കുപോക്കുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്ത്യ ഒരു വിധത്തിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, പ്രകോപിപ്പിക്കുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ ട്രംപ് നേരെ അടവ് മാറ്റി ഇപ്പോൾ ചൈനയ്ക്ക് മുകളിലാണ്. ശേഷം ചൈനയ്ക്ക് 100% പല കാര്യങ്ങളിലും ഇപ്പോൾ തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താരിഫ് യുദ്ധം ചൈനയുമായി ട്രംപ് തുടരുകയാണ്. പക്ഷേ ചൈനയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നുള്ള കാര്യം ട്രംപിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ത്യയുമായി അല്ലെങ്കിൽ മോദിയുമായി ഒരു അനുരഞ്ജനത്തിന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുന്നു എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ ഒരു അനുരഞ്ജനത്തിന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുന്നുണ്ട്. അതാ കഴിഞ്ഞ ദിവസത്തെ ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ US ട്രഷറി സെക്രട്ടറി പറഞ്ഞത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇന്ത്യയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒന്നിച്ചു തന്നെ പോകും, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങളുടെ ഒന്നിച്ചുള്ള പോക്ക് ഓടുകൂടി ചൈനയെ അല്ലെങ്കിൽ ചൈനയെ പാഠം പഠിപ്പിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ താരിഫ് യുദ്ധം ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം മനസ്സിലാവാത്ത ഒരു കാര്യമാണോ പരാജയം എന്നുള്ളതെന്ന് അറിയത്തില്ല. അത് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. താരിഫ് യുദ്ധം ഇന്ത്യയുമായിട്ട് ഏർപ്പെടുത്തിയിട്ട് ചൈനയെ കയ്യിലാക്കാൻ ശ്രമിച്ചു. ഇന്ത്യ നിലപാടെടുത്ത് നിന്നു. ഇന്ത്യക്ക് 100% അടിച്ചു കൊടുത്തില്ലേ താരിഫ്. അപ്പൊ ഈ പറയുന്നത് പോലെ ചൈനയ്ക്ക് 30% ഉള്ളായിരുന്നു. അപ്പം ഈ ചൈനയ്ക്ക് 30%, ഇന്ത്യക്ക് 100%, സോറി 50%, 25-25. അതിനുശേഷം ഇന്ത്യ നിലപാടെടുത്തു. ഇന്ത്യ അതിന് വേറെ സംവിധാനങ്ങൾ ഒരുക്കി. ഇന്ത്യയുടെ ആ നിലപാട് കൊണ്ട് അമേരിക്കയ്ക്കകത്ത് പണപ്പെരുപ്പം ഉണ്ടായി, അമേരിക്കയ്ക്ക് കുഴപ്പങ്ങളുണ്ടായി. ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നതിന് തയ്യാറായില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് അമേരിക്കയിലും ലോകത്തും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈന ഈ പറയുന്ന ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനകത്ത് ഇന്ത്യയുമായിട്ട് കൂടി ആലോചിച്ച് അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കി ആ ഒരു താരിഫ് ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയത് ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി പോകുന്നതിന് വേണ്ടി സാധിക്കുമെന്ന് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു നിന്നു. ഇന്ത്യ പറയുന്നത് പോലെ തന്നെ ചൈന പറഞ്ഞു. ചൈന ഈ പറയുന്ന ചൈനയ്ക്ക് പണി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചൈന തീരുമാനിച്ചു അമേരിക്കയ്ക്ക് ലോകത്തെ മൊത്തം റെയർ മെറ്റൽസ് അറിയാമല്ലോ, നേരത്തെ ഇതൊക്കെ പറഞ്ഞ റെയർ മെറ്റൽസിന്റെ കസ്റ്റോഡിയൻ ഈ പറയുന്നത് പോലെ ചൈനയാണ്. അമേരിക്കയെ കൊടുക്കുന്നില്ല തീരുമാനിച്ചു. അമേരിക്ക കൊടുക്കുന്നില്ല തീരുമാനിച്ചാൽ അന്തർവാഹിനികളെ, ഈ പറയുന്ന മിസൈലുകളെ, അതായത് ഈ അമേരിക്ക നിർമ്മിക്കുന്ന യുദ്ധ സാമഗ്രികളും പ്രധാനപ്പെട്ട അതായത് വിൻഡ് മിൽസ്, ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഇതിനും ഈ പറയുന്നത് പോലെ ഇത് ആവശ്യമായിട്ടുണ്ട്. അതായത് അമേരിക്ക സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതിന് അദ്ദേഹം കോംപ്രമൈസിന് തയ്യാറായിട്ട് അല്ലെങ്കിൽ ആരും അറിയാതെ ചർച്ച ചെയ്യുന്നതിന് തയ്യാറായിട്ടൊന്നും ചൈന വഴങ്ങുന്നുണ്ടായിരുന്നില്ല. 30-ാം തീയതി ഒരു സമ്മിറ്റ് വെച്ചിരുന്നു. അതൊരു പക്ഷേ ഇപ്പൊ ചൈന അതിനകത്ത് പങ്കെടുക്കുന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടിക്കാഴ്ചയെ പോലും ആലോചിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ്. അതുകൊണ്ടാണ് ഈ നവംബർ 1 മുതൽ, അത് വെച്ചാൽ അത്രയും സമയം പുള്ളി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ വന്നപ്പോൾ പരസ്പരം താരിഫ്, അതായത് ചൈന താരിഫ് ഈ പറയുന്ന ചൈനയ്ക്ക് ഏർപ്പെടുത്തിയപ്പോൾ ചൈന തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു. എന്നിട്ട് ചൈനയുടെ കപ്പലുകൾ അമേരിക്കൻ തുറമുഖത്ത് ചെന്നപ്പോൾ അതിന് ഈ പറയുന്ന താരിഫ് ഏർപ്പെടുത്തുന്നു. അപ്പം അമേരിക്കൻ കപ്പലുകൾ ചൈന തുറമുഖത്ത് വന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ലോകത്ത് ഈ രണ്ട് ലോക ശക്തികൾ തമ്മിലുള്ള ഈ താരിഫ് യുദ്ധം കൊണ്ട് ലോകത്തിനകത്ത് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ലോകത്തിനകത്ത് പല പ്രതിസന്ധികളും ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഈ സമയത്താണ് ഇന്ത്യക്ക് ചാൻസ്, അല്ലെങ്കിൽ ഈ ചൈനയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ അമേരിക്കയ്ക്ക് തോന്നി, ട്രംപിന് തോന്നി. ട്രംപ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ എന്റെ പൊന്ന സുഹൃത്താ, മറ്റതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ഈജിപ്തിലെ സബ്മിറ്റിന് വിളിച്ചിട്ട് ചെന്നില്ല. ചെല്ലാത്ത ട്രംപിനെ അവിടെ വെച്ച് പുകഴ്ത്തി. അങ്ങനെ കാര്യങ്ങൾ വളരെ വലിയ വലുപ്പത്തിൽ. ഇന്ന് രാവിലെ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, റഷ്യ ഇനി എണ്ണ മേടിക്കത്തില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഇതുവരെ ഇയാൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് മോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാള് രാവിലെ പറയുന്നുണ്ട്. മോദി ഒരിക്കലും അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ സാധ്യത, ഇയാൾക്ക് രഹസ്യമായിട്ട് വിളിച്ച് ഉറപ്പ് കൊടുക്കുന്ന ഒരു ഭരണാധികാരിയൊന്നുമല്ല മോദി. ഇയാൾ പലവട്ടം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് മോദി ഇപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കാത്തത്. ഇദ്ദേഹത്തിന് തലയ്ക്ക് വെട്ടാന്നുള്ള കാര്യം ഇപ്പൊ ഇന്ന് നോക്കിക്കോ. ഇപ്പൊ ഈ അല്ലെങ്കിൽ ഇപ്പൊ 100 ബാരല നമ്മൾ എടുക്കുന്നെങ്കിൽ ഉദാഹരണത്തിന് ഇന്ന് 110 ബാരൽ എടുക്കും. അപ്പൊ ഇന്ന് ഇയാൾ പറഞ്ഞില്ലേ നിർത്തിയെന്ന്, നേരത്തെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, ചൈനയും ഇന്ത്യയും തമ്മിൽ ഉള്ള അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം വഷളാകുമ്പോൾ ആ സ്ഥാനത്ത് ഇപ്പൊ ലോകത്ത് ആ ഒരു ഗ്യാപ്പ് കൈകാര്യം ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും 70% കയറ്റുമതി ചൈനയിൽ നിന്ന് അമേരിക്കയിലോട്ട്, അതിനാണ് 100% താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ താരിഫ് എന്ന് പറയുമ്പോൾ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ അവിടെ ചെല്ലാൻ
അല്ലെങ്കിൽ അതിന് വില കൂടുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അമേരിക്കയ്ക്കകത്ത് ഇറക്കുമതി ചെയ്ത് ജീവിക്കുന്ന രാജ്യമാണല്ലോ. അമേരിക്കയ്ക്കകത്ത് അത് വില കൂടുമ്പോൾ അമേരിക്കയ്ക്ക് അകത്തുണ്ടാവുന്ന പ്രതിസന്ധി വലിയ രൂക്ഷമാണ്. അപ്പം ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യയുമായിട്ട് കൂട്ടുപിടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ വ്യാപാര കരാറിനകത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ കൂടിയാലോചനയ്ക്ക് വേണ്ടി വ്യാപാര കരാറിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മാസം കഴിഞ്ഞാൽ പിന്നെ വ്യാപാര കരാറിനെ പറ്റി ദീർഘമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. ലോക വ്യാപാര കരാറിനകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ അമേരിക്ക ആവശ്യപ്പെടുന്നത് പോലുള്ള ഒരു വ്യാപാര കരാർ, അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡുകളെ മറികടന്ന ഒരു വ്യാപാര കരാർ നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. നമുക്ക് അതിന്റെ കാര്യമില്ല. മനസ്സിലാവുന്നുണ്ട്. വ്യാപാര കരാർ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് വേണം, അമേരിക്കയ്ക്ക് വ്യാപാര കരാർ വേണമെങ്കിൽ ഇന്ത്യയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം. അപ്പം ഈ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഓഹരി വിപണിയിൽ മാത്രം 15 ബില്യൺ US ഡോളർ ഒലിച്ചുപോയി. ഈ വിഷയങ്ങൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം ഇദ്ദേഹം കാണിച്ചു, അതായത് വേറെ ഒരു വലിയ കുഴപ്പമുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ താരിഫ് യുദ്ധത്തിനകത്ത്. ഈ പറയുന്ന അമേരിക്കയുടെ കോടതി ഇടപെട്ടിട്ട് 6 മാസത്തേക്ക് ഇങ്ങനെ പോയിട്ട് അതിനുശേഷം ആലോചിക്കണം. 6 മാസം കഴിയുമ്പോൾ ഈ ഇന്ത്യക്കെതിരെയൊക്കെ ഏർപ്പെടുത്തിയ താരിഫ് ഉണ്ടല്ലോ, ആ താരിഫ് പഴയ പടുത്തിയിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ താരിഫ് ഒന്നും പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാനദണ്ഡം പാലിക്കാതെ അങ്ങനെയൊന്നും കൊടുക്കുന്നതിന് വേണ്ടി നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോടതി അതിനകത്ത് ശരിയെല്ലാം തീരുമാനിച്ച കാര്യം തൽക്കാലത്തേക്ക് അങ്ങനെ പോകട്ടെ, ഇത്ര ദിവസിക്കാൻ തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അതിന്റെയും കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പൊ എല്ലാ രീതിയിലും ഈ പറയുന്നത് പോലെ അമേരിക്ക തകർന്നടിയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം അതിനകത്ത് ആ വീഴ്ചയിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ് അമേരിക്ക, ആ വീഴ്ചയിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ഓഹരി വിപണിയിലെ നഷ്ടത്തിൽ നിന്ന്, അമേരിക്കയ്ക്ക് അകത്തുണ്ടാകുന്ന പണപ്പെരുപ്പത്തിൽ നിന്ന് എല്ലാത്തിനകത്തുനിന്നും കരകയറേണ്ടതായിട്ടുണ്ട്. സ്ട്രോങ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ലോകത്തെ പ്രതിസന്ധിയിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ചൈനയുണ്ട്. കാരണം ചൈനയ്ക്കാണ് 90% റെയർ മെറ്റൽസിന്റെ കസ്റ്റോഡിയം. അതിനി മറ്റു രാജ്യങ്ങൾ അത് എന്ത് പറയുമ്പോഴും മറ്റു രാജ്യങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ റെയർ മെറ്റീരിയൽസ് ഖനനം ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർക്ക് ആവശ്യമുള്ള കണ്ടെത്തുന്നതിനും ഒക്കെ അതിന്റെ സോഴ്സ് കണ്ടെത്തി കൊണ്ടുവരണം. അതിപ്പോ നാളെ കാലത്ത് നടക്കുന്ന കാര്യമല്ല, ഒരു 2, 3, 4 കൊല്ലം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അത്രയും ദിവസത്തേക്ക് ഒരു രാജ്യം പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ രാജ്യത്തെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായങ്ങൾ പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കാൻ പറ്റാത്ത, അന്തർവാഹിനികൾ ഉണ്ടാക്കാൻ പറ്റാത്ത, വിൻഡ്മില്ലുകൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നമാണ്. അതിനെ ആ രീതിയിലേക്കാണ് ഈ പറയുന്ന പോലെ അമേരിക്കയെ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ഇന്ത്യക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റെയർ മെറ്റീരിയൽസ്, യാതൊരു കാരണവശാലും അമേരിക്ക കൈമാറാൻ പാടില്ല. അപ്പം അമേരിക്കയെ തളയ്ക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടെന്ന് കണ്ടു തന്നെയാണ് ഈ പറയുന്നത് പോലെ ചൈന കളിക്കുന്നത്. റെയർ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ കളിക്കുന്നു, അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു, ചൈന കപ്പലുകൾക്ക് തുറമുഖത്തിൽ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ തിരിച്ച് അമേരിക്കൻ കപ്പലുകൾക്ക് തുറമുഖത്തിൽ താരിഫ് ഏർപ്പെടുത്തുന്നു. യാതൊരു രീതിയിലുള്ള ഒരു കോംപ്രമൈസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയില്ല. അപ്പം അതിനകത്ത് നിന്ന് ഇന്ത്യ ഇതേ നിലപാട് നേരത്തെ എടുത്താണ്. നമുക്കും കോംപ്രമൈസ് ഒന്നുമില്ല, നമ്മൾ യാതൊരു ചർച്ചയ്ക്കുമില്ല, നമ്മൾ ഇതുപോലെ വെല്ലുവിളികൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ വർത്തമാനങ്ങൾ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അതേ രീതിയിൽ പോകുന്നു. അപ്പൊ അതിനുശേഷം ഇന്ത്യയോട് യോജിച്ചു പോകുന്ന ഒരു ചൈനയുടെ നിലപാട് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചൈന ഏർപ്പെടുത്തിയതിനു ശേഷം ഉണ്ടാകുന്ന നഷ്ടത്തെ മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ സമീപിക്കുന്ന ഒരു യൂറോപ്യൻ യൂണിയനും, അല്ലെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു അമേരിക്കയുമാണ് കാണുന്നത്. ഏതായാലും അമേരിക്ക പൂർണ്ണമായിട്ടും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും, അല്ലെങ്കിൽ പ്രശ്നത്തിലേക്കും ഒക്കെ പോകുന്നു. ഈ ഗ്യാപ്പിൽ ചൈനയും മങ്ങുന്നു. ചൈനയ്ക്കും ഈ പറയുന്ന പോലെ വലിയ കയറ്റുമതി രാജ്യമാണ്. കയറ്റുമതിയാണ് അവരുടെ GDP ഗ്രോത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആഭ്യന്തര വിപണി ഇന്ത്യക്ക് ഉള്ളതുപോലെയൊന്നും ചൈനയ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും അത്തരത്തിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പറ്റുന്ന പ്രശ്നത്തിനകത്ത് പോലും ഇന്ത്യ വലിയ രീതിയിൽ കുതിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഡേറ്റാസ് ആണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും അമേരിക്ക ഒരല്പം ഭയന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചൈനയ്ക്ക് മേൽ പ്രഖ്യാപിച്ച താരിഫിന് പിന്നാലെ ഇന്ത്യയുമായി ഒരു അനുനയത്തിനാണ് ട്രംപ് ശ്രമിക്കുന്നത്. കാരണം അമേരിക്കയും ചൈനയും അല്ല, ഇനി ലോകത്ത് ചിലപ്പോൾ 1-ാം നമ്പർ അല്ലെങ്കിൽ വൻ ശക്തിയാവാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും എന്ന ഉത്തമ ബോധ്യം ട്രംപിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തന്റെ കാലത്ത് തന്നെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് തന്നെ അത് സംഭവിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നത് കൂടി ഡൊണാൾഡ് ട്രംപ് മുൻകൂട്ടി കാണുന്നുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.